പുലിപ്പല്ല് കൈവശം വെച്ചെന്ന കേസിൽ വേടന് ജാമ്യം. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കൊച്ചിയിൽ നിന്നും അമൽനാഥ് ഉണ്ട് വിശദാംശങ്ങളുമായി. അമൽനാഥ്, ഇപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു സമയത്താണ് ഇപ്പോൾ വേടന് ജാമ്യം ലഭിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വേടൻ കോടതിയിൽ ബോധിപ്പിച്ചത്? എങ്ങനെയാണ് ജാമ്യത്തിന്റെ നിർദ്ദേശങ്ങളും മറ്റും? പുലിപ്പല്ല് കൈവശം വെച്ചെന്ന കേസിലാണ് ഇപ്പോൾ വേടന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് വേടന് ജാമ്യം അനുവദിച്ചത്. ഈ കോടതിയിൽ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും മറ്റും വേടൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വേടൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സാധാരണക്കാരന് പുലിപ്പല്ലാണെന്ന് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? സമ്മാനമായി ലഭിച്ച ഇത് സമ്മാനം സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റു തരത്തിൽ അതിൻ്റെ ഒറിജിനാലിറ്റിയെ കുറിച്ചൊന്നും താൻ അന്വേഷിച്ചതിൽ തനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും മറ്റുമാണ് വേടൻ പ്രധാനമായും കോടതിയിൽ പറഞ്ഞത്. അന്വേഷണത്തിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഏതുപാധിയും സ്വീകരിക്കുമെന്നും വേടൻ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാവും ഇപ്പോൾ ഈ ഒരു ജാമ്യം ലഭിച്ചിട്ടുണ്ടാവുക. വിവരങ്ങളുമായി അമൽനാഥ് ചേരുകയാണ്. അമൽനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, 2 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് വേടനെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കോടതിയിൽ പ്രധാനമായും ഈ വേടന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പുലിപ്പല്ല് ആണ് എന്ന് വേടന് അറിയില്ലായിരുന്നു എന്നതായിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഏത് ഉപാധിയും സ്വീകരിക്കുമെന്നും കോടതിയിൽ വേടന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ രാജ്യം വിട്ടു പോകില്ല, തൊണ്ടിമുട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പ് കസ്റ്റഡിക്കായി അപേക്ഷ നൽകിയിട്ടില്ല, അതിനാൽ ജാമ്യം നൽകണം എന്നായിരുന്നു വേടന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജാമ്യാപേക്ഷ എതിർത്ത് വനം വകുപ്പിന്റെ വാദവും ഉണ്ടായിരുന്നു. രാജ്യം വിട്ടു പോകുവാനും തെളിവ് നശിപ്പിക്കുവാനും സാധിച്ചെന്നാണ് വനം വകുപ്പ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഒപ്പം രഞ്ജിത്ത് കുമ്പിടി എന്നയാളാണ് മാല നൽകിയത് എന്ന് പറയുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും വനം വകുപ്പ് വാദം ഉയർത്തിയിരുന്നു. എന്തു തന്നെയായാലും ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പുലിപ്പല്ല് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുക എന്ന് വേടന്റെ അഭിഭാഷകൻ സൂചിപ്പിക്കുകയും ചെയ്തു. സമ്മാനമായി ലഭിച്ചപ്പോഴായിരുന്നു ഈ പുലിപ്പല്ല് സ്വീകരിച്ചത്. ഇത് മൃഗവേട്ടയിൽ നിലനിൽക്കുന്നതല്ല എന്നും വേടന്റെ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ വേടന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഏത് ഉപാധിയും സ്വീകരിക്കാമെന്നും ഇത്തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലും സഹകരിക്കാമെന്നുമുള്ള ഉപാധിയോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ വേടനെ ജാമ്യം നൽകിയിരിക്കുന്നത്. അമൽനാഥ്, പ്രധാനമായും കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ എന്തൊക്കെയാണ്? സിന്ധൂരി, നിലവിൽ ഇപ്പോൾ ഈ ജാമ്യം വേടൻ ലഭിച്ച സാഹചര്യത്തിൽ കോടതി മുന്നോട്ട് വെച്ച ഉപാധി, അതായത് രാജ്യം വിട്ടു പോകുവാൻ വേണ്ടി പാടില്ല, ഒപ്പം തന്നെ അന്വേഷണത്തിനോട് പൂർണ്ണമായും സഹകരിക്കണം, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏത് ഉപാധിയും സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ഇത്തരം കാര്യങ്ങളായിരുന്നു കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിലവിൽ വേടനെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി വേടൻ ഈ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിലെയും ഒപ്പം തന്നെ എറണാകുളത്തെയും വിവിധ കേന്ദ്രങ്ങളിൽ, അതായത് എറണാകുളത്തെ ഫ്ളാറ്റിലും ഒപ്പം തന്നെ തൃശ്ശൂരിലെ വീട്ടിലും ജ്വല്ലറിയിലും വേടനുമായി പരിശോധന തെളിവെടുപ്പൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ വേടനെ കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം വിട്ടു പോകാൻ പാടില്ല, ഒപ്പം ഇത്തരത്തിൽ ഏത് ഉപാധിയും സ്വീകരിക്കണം എന്ന തരത്തിലുള്ള ഉപാധികളോടുകൂടിയാണ് നിലവിൽ വേടന് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അമൽനാഥ്, ഇത്തരത്തിൽ ഈ ഒരു പുലിപ്പല്ല് വേടന് സമ്മാനമായി നൽകിയ രഞ്ജിത്ത് കുമ്പിടി എന്ന ആളെ കുറിച്ചുള്ള അന്വേഷണം ഏത് ദിശയിലേക്കാണ് പോകുന്നത്? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വല്ലതും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? സിന്ധൂരി, ഇനി പ്രധാനമായും അന്വേഷണം ഈ രീതിയിലാണ് മുന്നോട്ട് പോവുക. അതായത് ഈ ഒരു പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രഞ്ജിത്ത് കുമ്പിടി എന്ന ആ ഒരു വ്യക്തിയെ കണ്ടെത്തുക. അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ ലഭ്യമാവും. അതായത് കോടതിയിലടക്കം വേടൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് പുലിപ്പല്ലാണ് എന്ന് തനിക്കറിയില്ലായിരുന്നു. തനിക്കൊരു സമ്മാനം, തന്റെ പ്രകടനം കണ്ട് അല്ലെങ്കിൽ തന്റെ ഇത്തരത്തിലുള്ള പരിപാടി കണ്ട് തനിക്കൊരു സമ്മാനം ലഭിക്കുന്നു, അത് താൻ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു സാധാരണക്കാരനായ തനിക്ക് ഈ പുലിപ്പല്ല് അത് ഒറിജിനൽ ആണോ അല്ലയോ ഒന്നും തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ലായിരുന്നു. അത്തരത്തിൽ ആ സമ്മാനം സ്വീകരിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ള, പുലിപ്പല്ലാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നായിരുന്നു ഈ വേടൻ
വാദിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പുലിപ്പല്ല് നൽകിയിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടി എന്ന ശ്രീലങ്കൻ വംശജനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ പുലിപ്പല്ല് ഏത് തരത്തിൽ എവിടെ നിന്ന് ലഭിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതകൾ ലഭ്യമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വേടന്റെ മാതാവ് ഇത്തരത്തിൽ ഒരു ശ്രീലങ്കൻ വംശജയാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ബന്ധം ഈ രഞ്ജിത്ത് കുമ്പിടിയുമായി ഈ വേടൻ ഉണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം അടക്കം നടക്കുന്നുണ്ട്. ഈ വേടന്റെ ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ത് തന്നെയായാലും രഞ്ജിത്ത് കുമ്പിടിയിലേക്ക് ഇത്തരത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അമൽനാഥ്, എപ്പോഴാണ് വേടനെ പുറത്തേക്ക് എത്തിക്കുക? അതിനുശേഷം മാധ്യമങ്ങളോട് വേടൻ പ്രതികരിക്കുവാനുള്ള സാധ്യതയുണ്ടോ? സിന്ധുവേ, ഇപ്പോൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ അതായത് ഇപ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ചും അത്തരത്തിലൊക്കെ തന്നെയും വേടന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിരുന്നു. എന്നാൽ വ്യക്തമായ രീതിയിലേക്ക് ഒരു പ്രതികരണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള പ്രതികരണത്തിൽ വേടൻ തയ്യാറായിട്ടുമില്ല. കാരണം അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പുലിപ്പല്ലാണോ എന്ന് തെളിയിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. തനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിയില്ല എന്ന ആ ഒരു വാദത്തിൽ തന്നെയായിരുന്നു ഈ വേടൻ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നത്. അത് തന്നെയാണ് അദ്ദേഹം ഈ കോടതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പുലിപ്പല്ലാണ് എന്നതിൽ ഒരു വ്യക്തതയും തനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു സമ്മാനം എന്ന രീതിയിൽ താൻ വാങ്ങിച്ചു എന്നത് മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് എന്നായിരുന്നു വേടൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ വേടനിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ അടക്കം അടുത്ത നിമിഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ശരി, വ്യക്തമാണ് അമൽനാഥ്. പുലിപ്പല്ല് കൈവശം വെച്ച കേസിലാണ് ഇപ്പോൾ വേടന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. രാജ്യം വിട്ടു പോവരുത്, പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം തുടങ്ങിയ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് വേടൻ ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.